ഇന്നിപ്പോൾ ഞാൻ ചാനൽ വഴിയാണ് എന്നെ പലരും വിളിച്ചു പറയുന്നു, നിങ്ങൾക്കെതിരെ കേസിട്ടിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറണ്ട് വരികയാണ്. ഇതിനിടയ്ക്ക് നമ്മളെന്തെന്ന് വെച്ചാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിൻ്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിൽ അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഉചിതമായ നടപടിയെടുക്കും. ന്യായം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും കിട്ടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്താണ് ഈ 3 വനിതകളുടെ പരാതിയിൽ താങ്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ പോലീസ് കേസില്ല, അങ്ങനെ ഒരു സംഭവം ഇവരെ തട്ടിക്കൊണ്ടുപോവുകയോ ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഇവരോട് പണം കൈപ്പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വീഡിയോ സഹിതമാണ്. അതായത് കുറ്റം ചെയ്തത്, ഫോർ എക്സാമ്പിൾ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു. പോലീസ് ബാക്കിയൊന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കെതിരെ കേസെടുക്കുന്നത് അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്, അവരെടുക്കാം, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്, അതുകൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ്. സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസ് കൃത്യമായി പ്രവർത്തിക്കും. കാരണം പോലീസിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാറില്ല. കാരണം യൂണിഫോം ഇട്ടവർ എപ്പോഴും മാനിച്ചോണം, കാരണം അതൊരു സേനയാണ്. പക്ഷേ ഈ പോലീസിനകത്താണ്. ഇപ്പം ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും മോശക്കാർ കാണും എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമക്കാർ മൊത്തം മോശക്കാരാവും ഇല്ല. ഇതേപോലെ പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിലേതോ ഒരാളുടെ ഒരു കുബുദ്ധിയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. മാത്രമല്ല, ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും വരും. ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, എങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം, മറ്റൊന്നും ഇല്ല, നമ്മുടെ അനിയത്തിമാരെ പോലെ എൻ്റെ പിള്ളേരാണ് എന്നാണ് ഇവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ കുറഞ്ഞപ്പോൾ പോലും. അല്ല, കൗണ്ടർ കേസിനെ പോലീസ് ഇത്ര ഗൗരവത്തിലെടുക്കണമെന്ന് തന്നെ പറഞ്ഞു. ഈ കേസിന് അങ്ങനെയല്ലോ വന്നിരിക്കുന്നത്. കൗണ്ടർ കേസിനകത്ത് FIR കേസുണ്ട്, FIR പറഞ്ഞിട്ട് വകുപ്പുകളും ഗുരുതരമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണുന്നത്. അതെ, നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തരം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിൻ്റെ കാര്യം അതാണ്. നമുക്കതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വാറണ്ട് ഇടുന്നത് എപ്പോഴാണ്? അവധി ദിവസങ്ങൾ നോക്കിയിടും. അതേപോലെ കരുതിക്കൂട്ടി തന്നെയാണ് ഇതിട്ടിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷൻ്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമൽ ഇബ്രാഹിം, എന്താ അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ വിമൽ, അദ്ദേഹമാണ്. അപ്പോൾ വിമൽ ഗബ്രിയിൽ നിന്നുമാണ്. അപ്പോൾ അദ്ദേഹം ആയിരിക്കാം. നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത്. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിൽ എല്ലാവരും പെരുമാറും. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു പരാതിക്കും പോയില്ല. അവിടെ ഇരുന്നു ഒരു 2-3 മണിക്കൂർ എടുത്ത് മൊഴിയെടുക്കാൻ എല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല, എനിക്കെതിരെ ഇങ്ങനെ കേസിട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. CA ആണ്. വിമൽ എന്നൊരു മനുഷ്യൻ. ആരാണ് അദ്ദേഹം? അതെ, കുറച്ച് ഉയരം കൂടിയ മനുഷ്യനാണ്. CA. ഇല്ല, നമുക്ക് തെളിവില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ പേര് പറഞ്ഞാൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ശ്രീ വിമൽ എന്നാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ CAയുടെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിരിക്കുന്നു, അവരും വരുന്നു. നമുക്കറിയാം ഒരു സാധാരണ പോലീസുകാരൻ നമ്മുടെ ഇതാദ്യമായിട്ടല്ല നമ്മൾ സ്റ്റേഷനിൽ കയറുന്നത്. കാരണം രാഷ്ട്രീയത്തിലും മറ്റും നിൽക്കുന്ന ധാരാളം സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത്. കാരണം മുഖത്ത് നോക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, ഒരു അലക്ഷ്യമായി എല്ലാം കണ്ടിട്ട് ഞാൻ 2 പേരുടെയും കേട്ടല്ലോ, 2 പേർക്കെതിരെ FIR ഇടും, പിന്നെ ഇറങ്ങണം, ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളടുത്ത്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു വൈരാഗ്യവും മറ്റും വരണമെന്നില്ല. ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ടോ എന്നും എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മളത് കാണാറുണ്ടല്ലോ. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇതിനു മുൻപ് പുള്ളിക്ക് നമ്മളോട് ദേഷ്യം തോന്നിയിട്ടോ നമുക്കറിയത്തില്ല. കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല, നമുക്കറിയത്തില്ല. അല്ല, കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ്. അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അല്ല, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവധി ദിവസമുണ്ട്. അവധിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നീങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും പോകില്ല. ഇനിയിപ്പോൾ നമുക്ക് കോടതി തുറക്കുന്ന ദിവസം നമുക്ക് ആദ്യ നടപടി അത് തന്നെയാണല്ലോ.